കെ വി തോമസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ വി തോമസ്, ഇപ്പോൾ ഇ ശ്രീധരൻ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതായത് അതിവേഗ റെയിൽ പദ്ധതി, കേരളം വിഭാവനം ചെയ്ത സിൽവർ ലൈന് പകരമായി മറ്റൊരു പദ്ധതി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. കേന്ദ്ര റെയിൽവേയുമായി അദ്ദേഹം സംസാരിച്ചു എന്ന് പറയുന്നു. DPRന്റെ ഒരുക്കത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് പറയുന്നു. വളരെ ഇതിൻ്റെ എല്ലാ വശങ്ങളും, അതായത് കൂടുതൽ ടണലുകൾ, കൂടുതൽ എലിവേറ്റഡ് പാതകൾ എല്ലാം സജ്ജീകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്, കൂടുതൽ കേരളത്തിന് അഫോർഡ് ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഈ പദ്ധതിയെക്കുറിച്ചുള്ള താങ്കളുടെ അറിവ് എന്താണ്? ഒരു വർഷം മുമ്പ് ശ്രീധരൻ മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹം ഇപ്പോൾ പറയുന്നതിനെ പ്രോജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. അന്ന് പില്ലറിലും ടണലിലൂടെ പോകുന്ന ഒരു ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൊന്നാനിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ സിൽവർ ലൈനിലെ ഉദ്യോഗസ്ഥന്മാരുമായി കൊണ്ട് ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പ്രപ്പോസൽ തന്നു. ആ പ്രപ്പോസൽ ഇവിടെ റെയിൽവേ മന്ത്രി കാര്യാലയത്തിൽ ഞാൻ കൊടുത്തു. പിന്നീട് മുഖ്യമന്ത്രി വന്നപ്പോൾ നേരിട്ട് ചർച്ച ചെയ്തു. ആ പ്രപ്പോസലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം പ്രധാനമന്ത്രി വരുമ്പോൾ അത് അനൗൺസ് ചെയ്യും. അതോടൊപ്പം എയിംസും അനൗൺസ് ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റമാണ്. സിൽവർ ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റമാണ്. ശ്രീധരൻ പറയുന്നത് റെയിൽവേ സിസ്റ്റമാണ്. അതിന്റെ DPRും മറ്റു ഡീറ്റെയിൽസും വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാവും. അതായത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ ശ്രീധരനെ ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ ചുമതലപ്പെടുത്തിയത് എന്നാണോ? ശ്രീധരൻ പോയി CM-നെ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുന്നത്. CM-നെ കണ്ടതിന് ശേഷമാണ് ഞാൻ CM-ന്റെ കൂടെ അറിവോടുകൂടി ശ്രീധരനെ പോയി കാണുന്നത്. അങ്ങനെയാണ് ശ്രീധരൻ തരുന്ന പ്രപ്പോസൽ ഇവിടെ റെയിൽവേ മന്ത്രി കാര്യാലയത്തിൽ കൊടുക്കുന്നത്. അതൊരിക്കൽ മുഖ്യമന്ത്രി വന്നപ്പോൾ റെയിൽവേ മന്ത്രിയുമായിട്ട് ഞങ്ങൾ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചത് ഈ സിസ്റ്റം, ഈ ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുക്കും. പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അനൗൺസ് ചെയ്യുന്ന പ്രതീക്ഷ. അല്ല, ഇതിലൊരു വ്യക്തത കുറവ് ഇല്ലേ? കാരണം നേരത്തെ കുറവൊന്നുമില്ല. നമ്മൾ സിൽവർ ലൈൻ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം. അതുമായി മുന്നോട്ട് പോയപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോഴാണ് ശ്രീധരൻ വരുന്നത്. ശ്രീധരന്റെ പ്രപ്പോസൽ ടണലിലൂടെയും പിന്നെ ട്വില്ലറിലൂടെയുള്ള പ്രപ്പോസൽ വരുന്നത്. അദ്ദേഹമാണല്ലോ ഇപ്പോൾ DPR ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഡീറ്റെയിൽ DPR ഉണ്ടാക്കി വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന്. അല്ല, ഈ ശ്രീധരൻ ഒരു DPR തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഇൻപുട്ട് അതിൽ വേണ്ടതുണ്ടല്ലോ, സംസ്ഥാന സർക്കാരിന്റെ ഇൻപുട്ട് അതിൽ വേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ? അതിനുവേണ്ടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സംസ്ഥാന സർക്കാരുമായി ഈ ശ്രീധരൻ ആ CM-നെ കണ്ടതല്ലാതെ നടന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ചർച്ച ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഒരു പ്രപ്പോസൽ ഞങ്ങൾക്ക് തരുന്നത്. അതിവിടെ റെയിൽവേ മന്ത്രി കാര്യാലയത്തിൽ കൊടുക്കുകയും ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ചർച്ച ചെയ്യുകയും ചെയ്തത്. ഇന്ന് ഈ ശ്രീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം എന്ന് അദ്ദേഹം പറഞ്ഞില്ല. മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീധരൻ ഈ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കൂടി ഒരു പദ്ധതിയാണ് എന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ പറയേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. എനിക്കല്ലാതെ പറഞ്ഞു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളെ ഞാൻ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് പറയുന്നത്. അല്ല, കേരളത്തിന് ഒരു അതിവേഗ പദ്ധതി അത് കേന്ദ്രം നടപ്പിലാക്കിയാലും സംസ്ഥാനം നടപ്പിലാക്കിയാലും അത് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന് വ്യക്തതയാണ് ഞാൻ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഒരു സിൽവർ ലൈനുമായി മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് ഈ ശ്രീധരനെ സംസ്ഥാന സർക്കാർ തന്നെ, മുഖ്യമന്ത്രി തന്നെ ബന്ധപ്പെടുകയും ഒരു വയബിളായ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വരുന്നത് സംസ്ഥാന സർക്കാർ ആവശ്യപ്രകാരമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഞാൻ എങ്ങനെ പറയുക? എനിക്ക് എന്റെ മുമ്പിൽ വരുന്ന കാര്യങ്ങളാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡൽഹിയിൽ ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. യെസ്, വളരെ നന്ദി ശ്രീ കെ വി തോമസ് പ്രതികരിച്ചതിന്.